അപ്പൊ നമ്മള് നമ്മുടെ സയൻസ് ഓഫ് മെന്റൽ പ്രോസസ് എന്ന് പറയുന്ന മൊഡ്യൂളില് ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ടുള്ള കൊഗ്നീഷന്റെ പാർട്ടാണ് നോക്കാനായിട്ട് പോകുന്നത്. മെയിൻലി നമ്മളുടെ ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ കവർ ചെയ്യുന്നത് കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഇൻട്രൊഡക്ഷൻ, അതുപോലെ തന്നെ അതിന്റെ ഹിസ്റ്ററി, രണ്ട് ടൈപ്സ് ഓഫ് റീസണിങ്ങിന്റെ തിയറി, ഇത്രയും കാര്യങ്ങളാണ്. നമുക്ക് ആദ്യം കൊഗ്നിറ്റീവ് സൈക്കോളജി എന്താണെന്നുള്ളതൊന്ന് നോക്കാം. Cognitive psychology is a scientific study of mental processes, including perception, memory, reasoning, and problem solving, focusing on how people acquire, process, and store information. കൊഗ്നേറ്റീവ് സൈക്കോളജി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഹയർ ഓർഡർ മെന്റൽ ഫങ്ഷനിങ്സ്, പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ നമ്മളുടെ ഉള്ളിൽ നടക്കുന്ന മെന്റൽ പ്രോസസ്സുകളെ പറ്റിയിട്ടുള്ള ഒരു സയന്റിഫിക് സ്റ്റഡിയാണ്. നമ്മൾ എങ്ങനെയാണ് കാര്യങ്ങൾ പെർസീവ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് മെമ്മറൈസ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് റീസണിങ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെയാണ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നത്, ആൻഡ് ഹൗ വി പീപ്പിൾസ് അക്വയർ, പ്രോസസ് ആൻഡ് സ്റ്റോർ ദ ഇൻഫോർമേഷൻസ്. ഇത്രയും കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു സയന്റിഫിക് മേഖലയാണ്, അല്ലെങ്കിൽ ഒരു സയന്റിഫിക് സ്റ്റഡിയാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഒരു ഹ്യൂമൻ കൊഗ്നീഷനെ പറ്റി എല്ലാം, നമ്മുടെ മെന്റൽ എബിലിറ്റീസ്, നമ്മുടെ പെർസെപ്ഷൻ, ലേണിംഗ്, റിമെമ്പറിങ്, തിങ്കിങ്, റീസണിങ്, അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ എല്ലാ ഹ്യൂമൻ കൊഗ്നീഷനെയും പറ്റി പഠിക്കുന്ന ഒരു സയന്റിഫിക് ഇൻവെസ്റ്റിഗേഷൻ കൂടിയാണ് കൊഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ആക്ച്വലി കൊഗ്നീഷൻ എന്ന് പറയുന്ന ഒരു വേർഡ് ഒരു ലാറ്റിൻ വേർഡ് ആയിട്ടുള്ള കൊഗ്നസിയർ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് കൊഗ്നീഷൻ എന്ന് പറയുന്ന വേർഡ് സ്റ്റെം ചെയ്ത് വന്നത്. ഈ കൊഗ്നസിയർ എന്ന് പറഞ്ഞാൽ ടു നോ എന്നാണ് അതിന്റെ അർത്ഥം വരുന്നത്. അപ്പം ആ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ് കൊഗ്നീഷൻ എന്ന് പറയുന്ന ഒരു വാക്ക് എന്തായി വന്നത്, സ്റ്റെം ചെയ്ത് വന്നിട്ടുള്ളത്. ഈ ഒരു കൊഗ്നിറ്റീവ് സൈക്കോളജിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ കൊഗ്നിറ്റീവ് സയൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇത് ഭയങ്കരമായിട്ട് മറ്റുള്ള ഫീൽഡുകളുടെ പോലെ അല്ലാണ്ട് ഭയങ്കരമായിട്ട് കൂടുതലായിട്ട് ഇന്റർ ഡിസിപ്ലിനറി കണക്ഷൻസ് ഉള്ള ഒരു ഫീൽഡാണ് കൊഗ്നിറ്റീവ് സയൻസ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഇപ്പം മനുഷ്യന്മാരുടെ തോട്ട് പ്രോസസ്സ് എന്ന് നമ്മൾ പറഞ്ഞു, നമുക്കത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനായിട്ട് നമുക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എന്ന് പറയുന്ന ഇതിന്റെ ഒരു വേറെ ഡിസിപ്ലിനായിട്ട് നമുക്ക് ഈ കോഗ്നിറ്റീവ് സയൻസിനെ കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ സയൻസ്, ഫിലോസഫി, ആന്ത്രപ്പോളജി, ലിംഗ്വിസ്റ്റിക്, ബയോളജി, ഫിസിക്സ്, ന്യൂറോ സയൻസ്, ഇങ്ങനെ കുറേ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡുകളായിട്ട് കണക്ഷനുള്ള ഒരു ഏരിയയാണ് കോഗ്നിറ്റീവ് സയൻസ് അല്ലെങ്കിൽ കോഗ്നിറ്റീവ് സൈക്കോളജി എന്ന് പറയുന്നത്. ബേസിക്കലി കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നടക്കുന്ന ഒരു ബ്രെയിൻ പ്രോസസ്സിന്റെ ഒരു പിക്ടോറിയൽ റെപ്രസെന്റേഷൻ ആണ് ഇത്. ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി, നമ്മുടെ ബ്രെയിനിന്റെ എല്ലാ ഏരിയാസും നമ്മുടെ കോഗ്നിറ്റീവ് പ്രോസസ്സിൽ ഇൻവോൾവ് ആവുന്നുണ്ട്. ഓക്സിപിറ്റൽ ലോബ് വിഷ്വൽ ഇൻപുട്ട് എടുക്കാൻ വേണ്ടിയിട്ട്, പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് അറ്റൻഷനും ഡിസിഷൻ മേക്കിങ്ങിനും വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ഹിപ്പോ ക്യാമ്പസ് എൻകോഡിങ്, സ്റ്റോറേജ്, റിട്രൈവൽ പോലുള്ള മെമ്മറി പ്രോസസ്സുകൾക്കായിട്ട്. ദെൻ അവിടെ എന്ത് നടക്കുന്നുണ്ട്, മെമ്മറി നടക്കുന്നുണ്ട്, ഡിസിഷൻ മേക്കിങ്ങും അറ്റൻഷനും പെർസെപ്ഷനും, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മളുടെ ബ്രെയിനിലൂടെ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു വിഷ്വൽ റെപ്രസെന്റേഷൻ ആണ് നിങ്ങൾ കാണുന്നത്. ഒരു കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു അസംഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി രണ്ട് അസംഷൻസ് ആണ് കോഗ്നിറ്റീവ് സൈക്കോളജിക്കാർ പറയുന്നത്. ഒന്നാമത്തേത് എന്താന്ന് വെച്ചാൽ, ഹ്യൂമൻ കോഗ്നീഷൻ ക്യാൻ അറ്റ്ലീസ്റ്റ് ഇൻ പ്രിൻസിപ്പിൾ ബി ഫുള്ളി റിവീൽഡ് ബൈ ദ സയന്റിഫിക് മെത്തേഡ്. ദാറ്റ് ഈസ് ഇൻഡിവിജ്വൽ കമ്പോണൻസ് ഓഫ് മെന്റൽ പ്രോസസ് ക്യാൻ ബി ഐഡന്റിഫൈഡ് ആൻഡ് അണ്ടർസ്റ്റുഡ്. ഹ്യൂമൻ കോഗ്നീഷൻ എന്ന് പറയുന്നത് നമുക്ക് മൊത്തമായിട്ടൊരു സയന്റിഫിക് മെത്തേഡിലൂടെ നമുക്ക് റിവീൽ ചെയ്യാൻ സാധിക്കും എന്നാണ്. നമുക്ക് ഉണ്ടാവുന്ന മെന്റൽ പ്രോസസ്സുകളുടെ ഇൻഡിവിജ്വൽ കമ്പോണൻസ് എന്ന് പറയുന്നത് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാനും മനസ്സിലാക്കാനും സാധിക്കും. അതുകൊണ്ട് തന്നെ അത് ഫുള്ളായിട്ട് എങ്ങനെയാണ് ഒരു കോഗ്നീഷൻ നടക്കുന്നത് എന്ന് നമുക്ക് സയന്റിഫിക്കലി പ്രൂവ് ചെയ്യാനും അത് ഫുള്ളി സയന്റിഫിക്കലി റിവീൽ ചെയ്യാനും സാധിക്കും എന്നാണ് പറയുന്നത്. ഇനി രണ്ടാമത്തെ ഒരു അസംഷൻ എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുന്ന ഇന്റേണൽ മെന്റൽ പ്രോസസ്സുകൾ നമുക്ക് ചില റൂളുകളുടെയും അൽഗോരിതംസിന്റെയും പേരിൽ അത് എങ്ങനെയാണ് ആ പ്രോസസ്സിങ് നടക്കുന്നത് എന്നുള്ള ചില റൂളുകളുടെയും അൽഗോരിതംസിന്റെയും ബേസിൽ ഡിസ്ക്രൈബ് ചെയ്യാൻ സാധിക്കും എന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ ഒരു ഡിസിഷൻ മേക്ക് ചെയ്യാണ് എന്നുണ്ടെങ്കിൽ, ഡിസിഷൻ മേക്കിംഗ് ഈസ് ആൻ ഇന്റേണൽ മെന്റൽ പ്രോസസ്. ഒരു ഡിസിഷൻ മേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കുറേ റൂൾസും സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടായിരിക്കും പല സിറ്റുവേഷൻസിലും പല ഡിസിഷൻസും ഉണ്ടാക്കുന്നത്. അപ്പം ആ ഒരു മെന്റൽ പ്രോസസ്സ് നമുക്ക് എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ എങ്ങനെ സോൾവ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ചില റൂളുകളും അൽഗോരിതംസും സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിന്റെ ബേസിൽ നമുക്കൊരു പ്രോബ്ലത്തിന് സോൾവ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്റേണൽ മെന്റൽ പ്രോസസ് എന്ന് പറയുന്നത് ഇതുപോലെ റൂളുകളുടെയും അൽഗോരിതംസിന്റെ ഒക്കെ ബേസിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് എന്നുള്ളതാണ് അതിന്റെ രണ്ടാമത്തെ ഒരു അസംഷൻ എന്ന് പറയുന്നത്. ദെൻ സബ് ഡൊമെയിൻസ് ആണ്. അത് വളരെ എളുപ്പമുള്ള ഒരു ഭാഗമാണ്, വലിയ കാര്യമായിട്ട് നോക്കണമെന്നില്ല, അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. നമ്മുടെ പെർസെപ്ഷൻ ആൻഡ് ലൈക്ക് കണ്ടോ, അറ്റൻഷൻ, ലേണിംഗ്, മെമ്മറി, കൺസെപ്റ്റ് ഫോർമേഷൻ, അതുപോലെ തന്നെ റീസണിങ്, ജഡ്ജ്മെന്റ്, പ്രോബ്ലം സോൾവിങ്, ലാംഗ്വേജ് ആൻഡ് പ്രോസസ്സിങ്, ഇതൊക്കെ അതിന്റെ ഇന്റർ ഡിസിപ്ലിനറി ഫീൽഡുകളാണ് എന്നാണ് പറയുന്നത്.
ഇനി നമുക്ക് മെയിൻ ആയിട്ട് നോക്കാനുള്ളത് കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഹിസ്റ്ററിയാണ്. സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മിഡ് 20th സെഞ്ചുറിയിലെ സമയത്ത് തന്നെ ഒരു കോഗ്നിറ്റീവ് റെവല്യൂഷൻ ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ നല്ലൊരു ഹൈക്ക് ഉണ്ടായിട്ടുണ്ട്. ബിഹേവിയറിസ്റ്റുകളെ മാത്രം അംഗീകരിച്ചിരുന്ന അല്ലെങ്കിൽ ബിഹേവിയറിസ്റ്റിക് തിയറികൾക്ക് മാത്രം പ്രാധാന്യം കൊടുത്തിരുന്ന ഒരു സമയത്തിൽ നിന്ന് കോഗ്നിറ്റീവ് സൈക്കോളജിയിലേക്ക് അല്ലെങ്കിൽ കൊഗ്നീഷൻ ഒരു പ്രാധാന്യം ഉണ്ട് എന്നുള്ള രീതിയിലേക്ക് പെട്ടെന്ന് ഒരു ചേഞ്ച് അല്ലെങ്കിൽ പെട്ടെന്ന് ഒരു ഹൈക്ക് വന്നിട്ടുള്ള ഒരു സമയമാണ് 20ാം സെഞ്ചുറികളുടെ ഒരു മിഡ് പോർഷൻസ് എന്ന് പറയുന്നത്. കോഗ്നിറ്റീവ് സൈക്കോളജിനെ പറ്റിയിട്ടുള്ള ഒരു ഫിലോസഫിക്കൽ റൂട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആൻഷ്യൻ ഫിലോസഫേഴ്സ് ആയിട്ടുള്ള അരിസ്റ്റോട്ടിലൊക്കെ പോലുള്ള ആൾക്കാർ ഡി മെമ്മോറിയ എന്ന് പറയുന്ന ചില മെമ്മറി ഫോമുകൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ മെമ്മറി ഫോമുകൾ എന്ന് പറയുമ്പോൾ തന്നെ സംതിങ് റിലേറ്റഡ് ടു മെമ്മറി ആൻഡ് ദാറ്റ് ഡയറക്ട്ലി കണക്റ്റഡ് ടു അവർ കൊഗ്നീഷൻ അല്ലെ. അപ്പൊ മെമ്മറി എന്ന് പറയുമ്പോൾ തന്നെ കൊഗ്നീഷനോട് കണക്ഷൻ ഉള്ള ഒരു സാധനമാണ്. അപ്പൊ അതിന്റെ അർത്ഥം അരിസ്റ്റോട്ടിലൊക്കെ പോലുള്ള ആൾക്കാർ ഈ കോഗ്നിറ്റീവ് സൈക്കോളജിയുടെ റൂട്ടുകൾ അവിടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് കഴിഞ്ഞിട്ട് ഒരു 19th സെഞ്ചുറിയിലേക്കൊക്കെ എത്തുന്ന സമയത്തേക്ക് അപ്പുണ്ടായിരുന്ന വില്യം വൂണ്ട്, ജെയിംസ് കാറ്റൽ, വില്യം ജെയിംസ്, ഇതുപോലുള്ള ആൾക്കാരൊക്കെ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനത്തിനെ പറ്റിയിട്ട് പറഞ്ഞു. അത് കൊഗ്നീഷനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാനാണ്, അല്ലെങ്കിൽ കൊഗ്നീഷനെ പറ്റിയിട്ടുണ്ടായ സ്റ്റഡിയിലാണ് ഈ ഇൻട്രോസ്പെക്ഷനെ പറ്റിയിട്ട് അവർ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മളെ തന്നെ ഒരു സെൽഫ് എക്സാമിനേഷൻ നടത്തുന്നതിനെയാണ്. നമ്മുടെ കോൺഷ്യസ് തോട്ടുകളെ പറ്റിയിട്ട്, നമുക്ക് ഉണ്ടാകുന്ന ഫീലിങ്സിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളെയൊക്കെ പറ്റിയിട്ട് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ തന്നെ നമ്മുടെ സ്വയം എക്സാമിൻ ചെയ്യുന്നതിനെയാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത്. സോ 19ാം നൂറ്റാണ്ടുകളുടെ സമയത്താണ് ഈ വില്യം വൂണ്ടും ജെയിംസ് കാറ്റലും വില്യം ജെയിംസും ഒക്കെ ഇൻട്രോസ്പെക്ഷനെ പറ്റിയിട്ട് ആ സമയത്ത് എക്സ്പ്ലെയിൻ ചെയ്തത്. ദിസ് ഈസ് ഓൾസോ സംതിങ് റിലേറ്റഡ് ടു കൊഗ്നീഷൻ. പിന്നീട് കുറെ കാലം കഴിഞ്ഞിട്ട് ഒരു ന്യൂറോ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് ഒക്കെ വന്ന സമയത്ത് നമ്മളെ ബ്രോക്കാസ് ഏരിയയും വെർണിക്കൽസ് ഏരിയ ഒക്കെ കണ്ടുപിടിച്ച ആ സമയത്ത് പോൾ ബ്രോക്കയും കാൾ വെർണിക്കലും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു, നമ്മുടെ ബ്രെയിൻ ഏരിയാസ് അല്ലെങ്കിൽ ലാംഗ്വേജിനോട് കണക്ട് ചെയ്ത് കിടക്കുന്ന ബ്രെയിൻ ഏരിയാസ് ഏതൊക്കെയാണ് എന്നുള്ളത് ഐഡന്റിഫൈ ചെയ്തു. 80s-60s ആ ഒരു സംഭവം ഉണ്ടായത്. നമുക്കറിയാം പോൾ ബ്രോക്ക കണ്ടുപിടിച്ച ബ്രെയിൻ ഏരിയനെ ബ്രോക്കാസ് ഏരിയ എന്നും കാൾ വെർണിക്കൽ കണ്ടുപിടിച്ച ബ്രെയിനിന്റെ ആ ഒരു ഏരിയനെ വെർണിക്കൽസ് ഏരിയ എന്നും നമ്മൾ നെയിം ചെയ്തിട്ട് പറയുന്നുണ്ട്. ദിസ് ഓൾ ഏരിയാസ് ആർ റിലേറ്റഡ് ടു ലാംഗ്വേജ്. അപ്പൊ ലാംഗ്വേജിനോട് ഡെവലപ്പ് ചെയ്തിട്ട്, അപ്പൊ ലാംഗ്വേജ് എന്ന് പറയുമ്പോൾ എന്താണ്, സംതിങ് റിലേറ്റഡ് ടു കൊഗ്നിറ്റീവ് സയൻസ് അല്ലേ. കൊഗ്നിറ്റീവിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള സാധനമാണ് ലാംഗ്വേജ്, ഭാഷ എന്നൊക്കെ പറയുന്നത്. അപ്പം ന്യൂറോ സയൻസിന്റെ അഡ്വാൻസ്മെന്റോട് കൂടിയിട്ട് അങ്ങനെ ഒരു മാറ്റം കോഗ്നിറ്റീവ് സൈക്കോളജിയിൽ ഉണ്ടായി. പക്ഷേ ഒരു 90s ഒക്കെ ഒരു ഏർലി ആ ഒരു സമയത്തൊക്കെ 90s സമയത്തൊക്കെ ബിഹേവിയറിസ്റ്റുകൾ എന്ത് ചെയ്തു, കൂടുതൽ കുറച്ചും കൂടെ റൂട്ട് ചെയ്ത് വന്നു. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിന് കുറച്ചും കൂടെ ക്രിട്ടിസൈസ് ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു സാധനം കംപ്ലീറ്റ്ലി സബ്ജക്റ്റീവായിട്ട് നടക്കുന്ന ഒരു കാര്യമാണ്, അതുകൊണ്ട് തന്നെ അതിനൊരു വെരിഫയബിലിറ്റി ഇല്ല, അല്ലെങ്കിൽ അതിനിങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കും എന്നുള്ളൊരു രൂക്ഷ വിമർശനം. ഒബ്സർവേഷൻ അല്ലെ, നമ്മൾ ബിഹേവിയറിസ്റ്റിൽ പഠിച്ചിട്ടുണ്ട്. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പൊന്തി വരികയും ചെയ്തു. ഒബ്സർവേഷൻ ആണ് കുറച്ചും കൂടെ പ്രാധാന്യമുള്ളത്. നോട്ട് ലൈക്ക് ദിസ് ഒബ്സർവേഷൻ, നിങ്ങൾ ഈ എന്താ പറയുക സ്ക്രീനിൽ കാണുന്ന ഒബ്സർവേഷൻ അല്ല മിസ് പറയുന്നത്, ലൈക്ക് ഒബ്സർവേഷണൽ ലേണിംഗ്, ബിഹേവിയറിസ്റ്റിക് തിയറീസ്, ഇങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ കുറച്ചും കൂടെ പ്രാധാന്യം നേരിടും. അങ്ങനത്തെ കാര്യങ്ങൾ കുറച്ചും കൂടെ ഒബ്സർവ് ചെയ്തു എന്നുള്ളതാണ് നോട്ടിൽ പറയുന്നത് കേട്ടോ. അങ്ങനത്തെ കാര്യങ്ങൾക്ക് കുറച്ചും കൂടെ എന്ത് കിട്ടി, പ്രാധാന്യം ഉണ്ടാവുകയും ചെയ്തു. ഡേവിഡ് ഹ്യൂം, ജോൺ ബി വാട്സൺ, ഇങ്ങനത്തെ കുറെ ആൾക്കാരൊക്കെയാണ് ബിഹേവിയറിസ്റ്റുകളായിട്ട് നമ്മൾ അറിയപ്പെടുന്നത്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ ബിഹേവിയറൽ തിയറീസ് ഒക്കെ കുറച്ചും കൂടെ ആ സമയത്ത് എന്ത് ചെയ്തു, റൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. ഓക്കെ, ഇത് കഴിഞ്ഞിട്ട് ഒരു കൊഗ്നിറ്റീവ് എറ വരുന്നത്, കൊഗ്നിറ്റീവ് റെവല്യൂഷൻ ഒരു സമയം എന്ന് പറയുന്നത് 1950s to 1960s ആണ്. ആ സമയത്ത് അവർ റോ ഇൻട്രോസ്പെക്ഷൻ, പച്ചയായിട്ട് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്ന ഒരു കാര്യത്തിനെ മാറ്റിയിട്ട് കുറച്ചും കൂടെ ഇൻഡയറക്റ്റ് മെത്തേഡുകളായിട്ടുള്ള റിയാക്ഷൻ ടൈം, എറർ റേറ്റുകൾ, വെർബൽ റിപ്പോർട്ട്സ് അണ്ടർ കൺട്രോൾഡ് കണ്ടീഷൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തു, ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊണ്ടുവന്നു. റിയാക്ഷൻ ടൈം എന്ന് പറയുമ്പോൾ ഒരു സ്റ്റിമുലസ് നമുക്ക് കിട്ടിയിട്ട് നമ്മൾ എത്ര സമയം അതിനോട് തിരിച്ചു റിയാക്ട് ചെയ്യാൻ എടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമുക്ക് ചില ആക്ടിവിറ്റീസ് ചെയ്യുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന എറർ റേറ്റ്സുകൾ, ചില കൺട്രോൾഡ് സിറ്റുവേഷൻസിൽ നമ്മൾ പറയുന്ന വെർബൽ റിപ്പോർട്ടുകൾ, അപ്പൊ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ എന്താണ്, ഇൻഡയറക്റ്റ് ഇൻട്രോസ്പെക്ഷൻ തന്നെയാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മളെ പറ്റിയിട്ട് അസസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയാണ്. ബട്ട് അത് ഡയറക്റ്റ് അല്ല, ഇൻഡയറക്റ്റ് ആയിട്ട് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യിപ്പിച്ചിട്ടാണ് ഒരാളിനെ പറ്റിയിട്ടുള്ള അസസ്മെന്റ് എടുത്തത്. അപ്പോൾ ഈ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുന്നത് വളരെ സബ്ജക്റ്റീവ് ആണ് എന്ന് അത്
മനസ്സിലായി. ഇപ്പൊ ഇൻട്രോസ്പെക്ഷൻ എന്ന് പറയുമ്പോൾ എന്നെ പറ്റി ഞാൻ ഒരു ഇവാലുവേഷൻ നടത്തുകയാണ്. അപ്പോൾ ഞാനൊരു ഇഷ്യൂ ഉണ്ടായാൽ ഒബ്വിയസ്ലി ഞാൻ എന്നെ ന്യായീകരിക്കും. അതുകൊണ്ടാണ് അതൊരു സബ്ജക്റ്റീവ് ഇൻഫ്ലുവൻസ് ഇൻട്രോസ്പെക്ഷൻ ഉണ്ടാവും എന്നുള്ള ഒരു ക്രിറ്റിസിസം വരാൻ കാരണം. അതിന് പകരം എന്ത് ചെയ്തു, ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് ബിഹേവ് ചെയ്തതെന്ന് ഇൻഡയറക്ട്ലി ഇപ്പൊ നേരത്തെ പറഞ്ഞ മെത്തേഡുകളൊക്കെ വഴി മെഷർ ചെയ്യുക. അപ്പൊ എന്താണ്, എന്റെ ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഞാൻ എന്നെ ന്യായീകരിക്കുന്നത് ആ ഇൻട്രോസ്പെക്ഷനെ ബാധിക്കുന്നില്ല. ഇൻഡയറക്ട്ലി ആണ് ആ സാധനം നമ്മൾ മെഷർ ചെയ്തെടുക്കുന്നത്. അപ്പൊ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ വന്നോട് കൂടിയിട്ട് കുറച്ചും കൂടെ എന്തായി, കൊഗ്നിറ്റീവ് സൈക്കോളജിക്ക് അക്സെപ്റ്റൻസ് ഉണ്ടായി. അപ്പം ഈ ഇൻട്രോസ്പെക്റ്റീവ് എലമെന്റുകൾ അല്ലെങ്കിൽ മെറ്റാ കോഗ്നിഷൻ സ്റ്റഡീസ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ മോഡേൺ കോഗ്നിറ്റീവ് സൈക്കോളജിയിലേക്ക് ഇൻവോൾവ്ഡ് ആയി അല്ലെങ്കിൽ ഇൻക്ലൂഡഡ് ആയി എന്നാണ് പറയുന്നത്. ഇനി ആ 90s 1950s ഒക്കെ ഒരു ഏർലി സ്റ്റേജ് ആവുന്ന സമയത്ത് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ജെബി വാട്സൺ, ബി എഫ് സ്കിന്നർ പോലെയുള്ള ആൾക്കാരൊക്കെ ഡൊമിനേറ്റ് ചെയ്ത് വന്നു. നമ്മുടെ ക്ലാസിക്കൽ കണ്ടീഷനിങ്, ഓപ്പറൻറ്റിങ്, കണ്ടീഷനിങ് പോലെയുള്ള സാധനങ്ങൾ അവർ കംപ്ലീറ്റ്ലി നമ്മൾ അൺഒബ്സർവബിൾ ആയിട്ടുള്ള അല്ലെങ്കിൽ അൺഒബ്സർവബിൾ ആയി അല്ലെങ്കിൽ നമ്മുടെ മെന്റൽ പ്രോസസ്സുകളെ കൊഗ്നിറ്റീവ് സയൻസിനെ കുറച്ചും കൂടെ കംപ്ലീറ്റ്ലി റിജക്ട് ചെയ്ത പോലെയാണ് അവരുടെ തിയറീസ് ഒക്കെ എന്ത് ചെയ്തത്, ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഇത് കഴിഞ്ഞ് എഗെയിൻ നമ്മളൊരു 1950s and 60s സമയത്ത് കൊഗ്നിറ്റീവ് റെവല്യൂഷൻ ആയിട്ട് അത് ഫോം ആയി എന്നാണ് പറയുന്നത്. ജോർജ് മില്ലർ, യൂഗൻ ഗാലന്റോർ, കാൾ പിബ്രാം ഇങ്ങനെ കുറെ ആൾക്കാരൊക്കെ പ്ലാൻസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഓഫ് ബിഹേവിയർ എന്ന പേരിൽ ഒരു ബുക്ക് 1960s ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതേ സമയത്ത് ജെറോം ബേർണർ, മില്ലർ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ ഹാർവാർഡ് സെന്റർ ഫോർ കൊഗ്നിറ്റീവ് സ്റ്റഡീസ് എന്ന് പറയുന്ന ഒരു സെന്റർ എന്ത് ചെയ്തു, ഉണ്ടാക്കി. നോം ചോംസ്കി പോലെയുള്ള ആൾക്കാരൊക്കെ സ്കിന്നറിന്റെ ബിഹേവിയറിസ്റ്റ് തിയറികളെ ക്രിട്ടിസൈസ് ചെയ്യുകയും ഈ കൊഗ്നിറ്റീവ് തിയറികൾക്ക് കുറച്ചും കൂടെ പ്രാധാന്യം കൊണ്ടുവരികയും ആ സമയത്ത് ചെയ്തു എന്നുള്ളതാണ് നമ്മുടെ കൊഗ്നിറ്റീവ് സൈക്കോളജിയുടെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഓക്കെ, ഇത് അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ടാണ്. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് സാധിക്കും.